ശരിക്കും പിടിക്ക്. ഭഗവാനെ ഗുരുവായൂരപ്പാ. കുഞ്ഞിക്കണ്ണ, പുതിയതായിട്ട് ആരാ മേലെ താമസിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞല്ലോ. അല്ല, ഇവിടെ ഇരുമ്പോണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ എന്തേ? അല്ല, ഒക്കെ വളരെ ഭദ്രമായിട്ട് അളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത്. തന്നെയല്ല, കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന അനുസരിക്കാനല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. വക്കീലിന്റെ കൂടെ താമസിക്കാൻ വന്നോനെ ചില്ലറക്കാരനല്ല, ജയിലിൽ നിന്ന് ലീവ് എടുത്ത് വന്നോനാ. കൊലപ്പുള്ളി. എന്റെ അമ്മേ. എന്താ മുത്തശ്ശി, കൊലപ്പുള്ളി എന്ന് പറഞ്ഞാൽ കയ്യിൽ തോക്കുണ്ടാവോ? കൈ തോക്കും കാണും, കടാരും കാണും, പക്ഷെ ഒന്നും പുറത്തെടുക്കൂല്ലോ. ഇപ്പൊ ഇറങ്ങണം, എല്ലാവരും ഇപ്പൊ ഇറങ്ങണെന്ന്. ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാ. വിളിക്കണോ തന്റെ വക്കീലിനെ? പപ്പനാഭൻ ദുബായി കിടന്നുണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടി വീടാ ഇത്. കണ്ട കൊലപ്പുള്ളികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല. അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ? ആ കൊലപാതകയെ ചവിട്ടി പുറത്താക്കടോ. ഒന്ന് പതുക്കെ പറ. എനിക്കൊരുത്തിരി പേടിയില്ലടോ. ഇറങ്ങി വരാൻ പറ. എന്നാ മുത്തച്ഛൻ എന്ന് പറ. ആഹാ, എടോ വക്കീലേ, വക്കീലേ, ഇറങ്ങി വാടക വിട്. കണ്ട കള്ളനെയും കൊലപാതകിനെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആ വക്കീല് കുളിക്കുക. ഇവിടെന്താ ഒരു ബഹളം? ബഹളോ? ആ എന്ത് ബഹളം? മുത്തശ്ശി ബഹളം വെച്ചതിനെ പറ്റിയാ? ഞാനാ? ആ കുഞ്ഞിക്കണ്ണൻ പറയായിരുന്നേ, മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണുന്നു. മുത്തശ്ശി താൻ പറഞ്ഞൂടോ. അപ്പൊ ഞാൻ പറഞ്ഞേ, മനുഷ്യരിൽ നല്ലതും ചീത്തയില്ലാന്ന്. മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കണട്ടാ, മറക്കല്ലേ. തള്ളേ, കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കുഞ്ഞിക്കണ്ണ, വിശ്വാസം തന്നെ ചെയ്യരുതേ. അയാൾ നമ്മളെ കൊല്ലൂ മുത്തശ്ശി. അറം പറ്റണ വർത്താനം പറയാണ്ട് കേറി പൊടി അകത്ത് പൊടി. കുഞ്ഞിക്കണ്ണ പൊട്ടിച്ചോ? ഇല്ലല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാൻ പറ. അതിപ്പം സമയാവുമ്പോ മൂപ്പര് വന്ന് കിടന്നോളൂലേ? ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരികച്ചാ നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അയലോക്കത്ത് 5-6 ആളെയും കൂടി വിളിച്ചോ. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. എന്താ ഉറക്കം വരുന്നില്ലേ? ഇല്ല. അകത്ത് നല്ല ചൂടാ. ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട്. ഒരു AC ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാം, കേസുകളൊക്കെ ഉണ്ട്. വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ പോകാറുണ്ടോ? ഞാനെന്തിനാ അവിടെ പോകുന്നത്? അല്ല, അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ? അറിയില്ല. പാവം ജനു. അവന്റെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു ആവോ. വക്കീലേ, നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോകണം. ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടുത്ത ബന്ധുവാ. സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സദാനന്ദൻ? PS നെന്മാറ, ചെറിയ വക്കീല്. അവൻ എന്നെ ഭയങ്കര പേടിയാ. എന്നോട് ചോദിക്കാതെ ഈ പടി കിടക്കൂല. ഇപ്പൊ എവിടേക്കാ പടികടന്ന് പോയത്? ഇപ്പൊ പടി കടന്നു പോയത് സ്ഥലം ഞാൻ ചോദിച്ചില്ല. ആ കൊലപ്പുള്ളിയായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും. കേസ് ബാധിക്കേ, ജയിക്കേ, തോക്കേ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു കൊലപ്പുള്ളിയിൽ എങ്ങനെ കൂടെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ? അയാൾ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ. എന്താ അവാർഡ്? ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ. അപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ, പുള്ളിയുള്ള കൊല പഴുപ്പിക്കാൻ പറ്റില്ല. ഞാനീ പുള്ളി കൊല മറ്റേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്രയായി. ഇരുന്നിരുന്ന് അഭിമുഖത്തിനുള്ള മൂഡ് പോയി. മൂഡ് എനിക്കുമില്ല. മൂടില്ലാത്ത രണ്ടുപേരും സംസാരിച്ചാൽ നല്ല മൂടായിരിക്കും. അതാണ് അതിന്റെ സയൻസ്. അല്ലേലും സംസാരിച്ചേ ഒക്കൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത്. ഒരു ആസ്വാദകയുടെ ആകാംക്ഷ. ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്താണ് അറിയേണ്ടത്? ഞാനെന്ന വ്യക്തിയെക്കുറിച്ചോ? അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ. അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്റെ അനുഭവങ്ങളോ? ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിലെല്ലാം അതുണ്ട്. അറിയാം. പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
സംസാരിക്കുക. ഞാനൊന്ന് കുളിക്കുകയും ചെയ്യാം, ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം. മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെപ്പറ്റി നോവലിൽ വലിയ പരാമർശമൊന്നുമില്ല. അതൊരു നോവലാണോ? എന്തായാലും അതങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത്. ചിതറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു, അത്രമാത്രം. കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് അതൊരു ക്ലാസിക് ആയതും. എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായൊരു മുഖമാണ്. അതെന്റെ അച്ഛനായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ. അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു. അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട്. അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. ഐസ് കട്ടകൾ പോലെ തണുത്തതായിരുന്നു അച്ഛൻ്റെ വിരലുകൾ. അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട്. എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീടപ്പോഴോ ഏതോ മനോരോഗ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു. ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കുന്നതിന്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഒരു നീണ്ട കറക്കമായിരുന്നു. പലതും ചെയ്തു. വായിച്ചു ഒരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു. ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ മതിയെന്ന് പിന്നീട് തോന്നി. മയക്കുമരുന്ന് വിറ്റു, വാടക കൊണ്ടയായി. ഹരിദ്വാരിൽ ഒരു ആശ്രമത്തിൽ 3 കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു. അധികാരത്തിന്റെ വടംവലിയും പൊളിറ്റിക്സും ഒക്കെ അവിടെ ഒരു വിഷയമാണെന്ന് കണ്ടപ്പോൾ കാഷായ വസ്ത്രം വലിച്ചൂരി ഓടയിലെറിഞ്ഞു. പോരെ? പോര്. സംഭവങ്ങളിലെ വിശദാംശങ്ങളിലേക്ക് മതി. അങ്ങനെയല്ല, കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും അല്ല എന്റെ ഉദ്ദേശം. താങ്കളുടെ ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകതകളും നോവലിലെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ്. ആയിക്കോളൂ. അതിനിനിയും പലതും അറിയണം. ഇപ്പൊ വേണ്ട, ഞാൻ നാളെ വരാം. വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ വരും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ശല്യപ്പെടുത്തില്ല. ഇപ്പൊ പോന്നു. പക്ഷെ നാളെ എന്തായാലും വരും.